പശ്ചിമേഷ്യയിലെ ഗസയിൽ ഇസ്രയേൽ സേന നടത്തിയ ആക്രമണത്തിൽ 6 UN ജീവനക്കാരും സഹോദരങ്ങളായ 6 കുട്ടികളും കൊല്ലപ്പെട്ടുവെന്ന് ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത വരുന്നു. അമേരിക്കൻ പ്രസിഡന്റും UN അവതരിപ്പിച്ച വെടിനിർത്തൽ പദ്ധതി മാറ്റങ്ങളില്ലാതെ അംഗീകരിക്കാൻ തയ്യാറെന്നാണ് ഹമാസ് പറയുന്നത്. വിശദാംശങ്ങളുമായി പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസ് യാത്രയിലായിരുന്നോ? ഇല്ല, ഞാൻ നേരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു അല്ലെ? കണ്ടില്ല, രാവിലെ കണ്ടില്ല. രാവിലെ നമ്മൾ കണ്ടല്ലോ. പി പിയെ കാണാത്ത ഒരു ദിവസം പോലും പ്രേക്ഷകൻ കടന്നു പോകാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അതെ അതെ, തീർച്ചയായും. എങ്ങനെ മയക്കി എടുത്ത് പ്രേക്ഷകരെ പി ഈ പ്രേക്ഷകർക്ക് എങ്ങനെയോ നമ്മളോട് ഒരു സ്നേഹം വന്നുപോയി. അത് മുറിക്കണ്ട, കഥകൾ അറിയാത്തതുകൊണ്ടായിരിക്കും. നമ്മുടെ മോഹൻലാലൊക്കെ പറഞ്ഞില്ലേ, എന്നെ ആളുകൾ ഇഷ്ടപ്പെട്ടു പോയി അല്ലേ? അങ്ങനെയല്ലേ പി? ഓക്കെ, എന്താ ഒരു അവസ്ഥ പി. അപ്പോൾ എന്തായാലും അത് മനസ്സിൽ സൂക്ഷിച്ചോളൂ. ഇനി വാർത്തയിലേക്ക്, പശ്ചിമേഷ്യയിലേക്ക്. ക്ഷിപ്രം എസ് കെ, ഇസ്രായേൽ ഹമാസ് യുദ്ധം അതേ തീവ്രതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ പാലസ്തീൻ റെഫ്യൂജീസിന് വേണ്ടിയുള്ള UN സംഘടനയുടെ 6 ജീവനക്കാർ ഇസ്രായേൽ സേന നടത്തിയ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. മധ്യ ഗസയിലെ അൽജൗനി സ്കൂൾ ഷെൽട്ടറിലാണ് ഇത് സംഭവിച്ചത്. അതിനേക്കാൾ ഒരുപക്ഷെ വിഷമകരമായൊരു വാർത്ത, ഒരു വീട്ടിലെ 6 സഹോദരങ്ങൾ, കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. 6 പേർ, അതിൽ ഏറ്റവും താഴെയുള്ള കുട്ടികൾ 2 പേര് ഇരട്ടകളാണ്. മാസങ്ങൾ മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ. 6 കുട്ടികൾ ഒരു വീട്ടിലെ 6 കുട്ടികളാണുള്ളത്. അമ്മ രക്ഷപ്പെടുകയും 6 കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന വാർത്ത ഒരുപക്ഷെ UN സ്റ്റാഫ് കൊല്ലപ്പെട്ടതിനേക്കാൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ വാർത്തകളാണ് ഈ സമയത്ത് വരുന്നത് എസ് കെ എൻ. അതുപോലെ തന്നെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വയ്ക്കുകയും ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയും ചെയ്ത വെടിനിർത്തൽ പദ്ധതിയോട് ഞങ്ങൾ മാറ്റങ്ങളില്ലാതെ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മറുപടി വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം ഈജിപ്ഷ്യൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനയെ നിലനിർത്തുമെന്നും ഹമാസ് കീഴടങ്ങാതെ ഇസ്രായേലി സേന പൂർണ്ണമായി പിന്മാറില്ല എന്നുള്ള നിലപാടിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഹമാസ് അല്പം താഴോട്ട് വന്നിരിക്കുന്നു. ഒരുപക്ഷെ വെടിനിർത്തലിനുള്ള സാധ്യത തെളിയാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ വെടിനിർത്തൽ. കാരണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കമലാ ഹാരിസ് ഡിബേറ്റിൽ മുന്നിൽ നിൽക്കുന്നു. ഈ വെടിനിർത്തൽ പദ്ധതി കൊണ്ടുവരികയും ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുകയും ചെയ്താൽ കമലാ ഹാരിസ് ജയിക്കാനുള്ള സാധ്യത വളരെ ഏറുകയാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഭരണകൂടം ഇസ്രായേലിന് മേൽ വല്ലാത്ത ഇത് ചെലുത്തുന്നുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപ് വരുന്നതിനോട് അറബ് രാജ്യങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല. സൗദിക്കും ഒരുപക്ഷെ UAEക്കും ഉണ്ടായേക്കാം, പക്ഷെ കൂടുതലായിട്ട് താല്പര്യമില്ല. ഇറാനെ അനുകൂലിക്കുന്ന ഈ ഹെസ്ബുള്ളയും ഹമാസൊക്കെ സ്വാഭാവികമായിട്ടും അവർ കമലാ ഹാരിസിനെ പോലെ ഒരാൾ വരുന്നതാണ് അവർക്ക് കുറച്ചും കൂടിയും ഒരു അമിക്കബിളായിട്ട് പോകാൻ സാധ്യത എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും ഇത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കൂടി ഇസ്രായേലിൻ്റെ ഈ യുദ്ധത്തിൽ പങ്കാളിത്തമായിട്ട് വരുന്നു. ഒപ്പം തന്നെ എസ് കെ എൻ, ഈ റഷ്യയുടെ ഉക്രൈനിലെ ആക്രമണം, അവർ പ്രത്യാക്രമണം നടത്തി വലിയ രീതിയിൽ ഉക്രൈനിൽ, കാരണം ഉക്രൈൻ 144 ഡ്രോണുകളാണ് കഴിഞ്ഞ ദിവസം അയച്ചത്. അതിന് മറുപടിയായിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പോരാട്ടമാണ്. പുടിൻ വളരെ അസ്വസ്ഥനാണ്. ഉക്രൈൻ യുദ്ധത്തിൽ നിരവധി പേർ ഇപ്പോഴും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആ തരത്തിലുള്ള ചർച്ചകൾ വന്നിരിക്കുന്നത് എസ് കെ. പി ജെയിംസ്, ഈ നമ്മുടെ ഭൂപ്രദേശങ്ങളൊക്കെ ചൈന കൈമാറിയെന്ന് അമേരിക്കയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യും. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുന്നു. ഒരു അനക്സേഷൻ പോളിസിയാണ് ചൈന പിന്തുടരുന്നത് എന്ന് ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പണ്ടേ അഭിപ്രായം ഉണ്ടല്ലോ. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? പണ്ടൊക്കെ 62-ലൊക്കെ തന്നെ ഈ ചൈനയും നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഈ രാജ്യങ്ങളുടെ നിലപാട് ഇതായിരുന്നില്ല. എസ് കെ എൻ, ഇപ്പോൾ ചൈന വിരുദ്ധത പാശ്ചാത്യ രാജ്യങ്ങളിൽ കൊടികുത്തി നിൽക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാഷിങ്ടൺ DC-യിൽ വലിയ വിവാദമായിട്ടുള്ള പ്രസ്താവന നടത്തിയത്. ഇന്ത്യയുടെ 4000 സ്ക്വയർ കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്റർ ചൈനയുടെ കൈവശമാണ്. 2020 മെയ്യിലാണ് അവർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇരച്ചു കയറിയത്. ഇന്ത്യ പറയുന്നത് ഇന്ത്യ ഒരു തരത്തിലും 1 ഇഞ്ച് ഭൂമി പോലും ചൈന കൈവശപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. പക്ഷേ ചില സൈനിക മേധാവികൾ ഇത് സംബന്ധിച്ച് സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ സർക്കാർ അതെല്ലാം നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ 4000 ചതുരശ്ര കിലോമീറ്റർ, ഏതാണ്ട് ഡൽഹിയുടെ വലുപ്പത്തിലുള്ള സ്ഥലം ചൈനയുടെ കയ്യിലാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് BJP ഈ
അമേരിക്കയിൽ പോയി രാഹുൽ ഗാന്ധി ഇന്ത്യയെ അവമാനിച്ചിരിക്കുന്നു എന്ന രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയാണ്. CNN അടക്കമുള്ള മാധ്യമങ്ങൾ അത് വല്ലാതെ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല 32,000 സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യക്ക് നഷ്ടമായത് 1962 യുദ്ധത്തിലാണ്. അതെന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നില്ല എന്ന ചോദ്യം മറുപക്ഷത്ത് BJPയും അതുപോലെ തന്നെ ഇപ്പോൾ ഭരിക്കുന്നവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ സിഖുകാരുടെ സംബന്ധിച്ചുള്ള ചില രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. SKN ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വാർത്ത അരുണാചൽ പ്രദേശിലെ ചില ഭാഗങ്ങളിലേക്ക് ചൈനീസ് പെട്രോളിംഗ് സേന കടന്നു കയറി അവരവിടെ വന്ന് നിലയുറപ്പിച്ചതിൻ്റെ പെയിൻറ്റിങ്ങുകൾ അവർ ഭക്ഷണ സാധനങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. അത് സംബന്ധിച്ച് PTA അടക്കമുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അത് പെട്രോളിങ്ങിൻ്റെ സമയത്ത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യാറുണ്ട്. അതുമൂലം സംഭവിച്ചതാണ്. അതിനപ്പുറത്തേക്ക് ചൈനയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. എന്തായാലും ചൈന ഇന്ത്യ അതിർത്തി സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത്. 4 വർഷമായിട്ട് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. SKN. താങ്ക് യു VB ജെയിംസ്.